ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജവാഞ്ചർ ട്രാവൽമെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നീണ്ടകര കേട്ടോ, അതായത് നമ്മുടെ കുമ്പളങ്ങിയിൽ നിന്നും ചെല്ലാനം പോകുന്ന വഴിക്ക് കേട്ടോ. വെറുതെ ഒന്ന് കറങ്ങാനിറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി ഒരു സ്ഥലം. ഇത് കുറേ കിടക്കുന്ന മൊത്തം പാടമാണേ. അപ്പോൾ അവിടെ വെള്ളം കയറ്റിയിട്ടേക്കുവാ. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ആദ്യം പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് എഴുപുന്നേന്ന് ചെല്ലാനം പോകുന്ന വഴിയാട്ടോ ഈ നീണ്ടകര. നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് ടൗണിൽ നിന്ന് മാറി കുമ്പളങ്ങി കഴിഞ്ഞ് ഇത്ര നല്ല സുന്ദരമായ സ്ഥലങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതുപോലെ നല്ല അടിപൊളി റോഡും കണ്ണെത്താ ദൂരത്തോളം പാടത്ത് വെള്ളം കയറ്റി മത്സ്യകൃഷിയും. കൂട്ടുകാരെ, ഇത് കണ്ടോ, മൊത്തം വെള്ളം കേട്ടോ. ഇത് പാടമാണ്. ഇത് ഇലക്ട്രിക് ലൈൻ പോകുന്ന നോക്കി അങ്ങോട്ട് ഓരോ വീടുകളിലേക്ക് പോകുന്ന ഇലക്ട്രിക് ലൈൻ. ഇത് പാടത്തേക്കടെ കേട്ടോ. ഇത് കണ്ടാൽ നമുക്കൊരു കായലിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇത് വെള്ളം കയറ്റിയിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ മത്സ്യകൃഷിയാണ്. ഇതിപ്പോൾ ഒരു 2 മാസം കഴിയാൻ നേരത്ത് ഈ വെള്ളം ഇറക്കി കളഞ്ഞിട്ട് ഇവിടെ വിതയ്ക്കാൻ തുടങ്ങും. എന്ത് രസമാണെന്ന് നോക്കി. ഈ റോഡ് തന്നെ നോക്കി, കണ്ണത്തെ ദൂരത്തോളം നീണ്ട് കിടക്കുന്ന ഒരു നല്ല അടിപൊളി റോഡാട്ടോ ഇത്. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് തെങ്ങ് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ മലയാള നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നോക്കി, തെങ്ങും തോപ്പുകൾ. നമ്മുടെ ഈ കടലോര മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ സ്ഥലങ്ങളും പിന്നെ തുരുത്തുകൾ, കായൽ പ്രദേശങ്ങളൊക്കെ കാണാൻ വളരെ ഒരു മനോഹരം തന്നെയായിരുന്നു. നമ്മുടെ ഈ നാട്ടുപ്രദേശങ്ങളിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ കായലും കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കാണാം. ഇവിടെ വെള്ളം കയറി കിടക്കുന്നതൊക്കെ കാണാൻ എന്ത് നല്ല ഒരു ഭംഗി തന്നെയാണ് ഇവിടെ. നമ്മൾ ഇങ്ങോട്ട് വന്നാൽ നമുക്കിവിടെ ആസ്വദിക്കാനായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഈ വെയിലില്ലാത്ത സമയമൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ ഇരിക്കാനും അതുപോലെ വിശ്രമിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി കസേരകളും അതുപോലെയൊക്കെ ഇപ്പം ഇവിടെ പണിതിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ മീൻ കൃഷി നടത്തുന്നുണ്ട്. ഇവിടെ വലയൊക്കെ നാട്ടി കിട്ടുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഇതിൻ്റെ അകത്തേക്ക് ആർക്കും കടക്കാതിരിക്കാനായിട്ട്. എത്ര മനോഹരമായ കാഴ്ചയാണെന്നറിയാമോ ഇത്. ഇവിടെ ഈ കണ്ണെത്താ ദൂരത്തോളം പാടത്ത് വെള്ളം കയറി കിടക്കുന്നതൊക്കെ കാണാൻ കണ്ടാലും മതി വരില്ല നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ. ഇത് ഈ കാണുന്ന ഇത് ചെമ്മീൻ കെട്ടോ കേട്ടോ. അതേ ഈ വലയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. കമ്പടിച്ച് വലയിട്ടേക്കോ കേട്ടോ. സുഹൃത്തുക്കളെ, ഇത് ഈ പുറകെ കാണുന്നത് ചെമ്മീൻ കെട്ടാട്ടോ ഈ കാണുന്നത്. ഏക്കർ കണക്കിന് എന്താ പാടത്ത് വെള്ളം കയറ്റിയിട്ട് വലയൊക്കെ ഇട്ടാട്ടോ ഇവിടെ ഈ ചെമ്മീൻ കെട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ആ കാണുന്ന ചെടി, ഇത് മരങ്ങളെല്ലാം കണ്ടൽ ചെടികളാട്ടോ. കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ സൈഡിലെല്ലാം ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഈ കാണുന്നതൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ അങ്ങ് ഇന്ന് ദൂരേക്കെല്ലാം കണ്ണെത്താ ദൂരത്തോളം എല്ലാം ഇവിടെ ചെമ്മീൻ കെട്ടുകളാട്ടോ. മത്സ്യകൃഷികൾ, വിവിധ പലതരത്തിലുള്ള മത്സ്യകൃഷികളുണ്ട് കേട്ടോ ഇവിടെ. ആ റോഡിൽ കൂടി ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പം വളരെയധികം കൂടുതലായിട്ട് ഇവിടെ കണ്ടൽ ചെടികൾ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി തിങ്ങി നിറഞ്ഞ ഇവിടെ നിൽപ്പുണ്ട്.
ഇത് ചകിരിക്കയറ് വെച്ച് നിർമ്മിച്ചേക്കുന്ന കയർ കൊണ്ടുള്ള ഒരു വലയാട്ടോ ഇത്. കടൽഭിത്തിയുടെ സൈഡിൽ വെക്കാനായിട്ടുള്ളതാണ്. ഇത് കണ്ട ഈ മണലിൻ്റെ മുകളിൽ നിരത്തി വെച്ചേക്കുന്നത് ആ സംഭവം ആട്ടോ ഇപ്പം നമ്മൾ ആ കണ്ടത്. എനിക്ക് തോന്നുന്നത് ഇത് ഈ കടലിൽ നിന്നുള്ള ശക്തമായ തിരയടിക്കുമ്പോൾ പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണൽ ഒലിച്ചു പോകാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ചകിരിക്കയർ കൊണ്ടുള്ള ഈ സംഭവം വെച്ചേക്കുന്നത്. ഈ വല കാണാൻ സാധിക്കും. കൂട്ടുകാരെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചെല്ലാനത്ത് നിന്ന് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടുള്ള പള്ളിത്തോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ. അതിൻ്റെ അവിടെയുള്ള ഒരു കടപ്പുറത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എന്ത് ഭംഗിയാണെന്ന് അറിയാമോ അതേപോലെ കാണാൻ. ഓക്കെ, ഒരാളും അനക്കില്ല. ഞങ്ങൾ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നിർത്തി ഇറങ്ങിയതാണിത്. ശാന്തമായ ഒരു സ്ഥലം. ഇതാണ്ട കടൽഭിത്തി നിർമ്മിച്ചേക്കുന്നത് നോക്കിയത്. നല്ല കരിങ്കല്ല് വെച്ച് എത്ര മനോഹരമായിട്ട് അത് അടുക്കി. അത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയായിട്ടോ അടുക്കി നിർമ്മിച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു വാക്ക് കിലോമീറ്ററുകളോളം ദൂരത്തിൽ വാക്ക് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ, അതിൽ നടക്കാനൊക്കെ ആയിട്ട്. അതുപോലെ പുലിമുട്ടുകൾ, ഇതൊക്കെ ഈ തിരയടിച്ച് ഈ മണ്ണൊന്നും വലിഞ്ഞു പോകാതിരിക്കാനായിട്ട് നിർമ്മിച്ചേക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്ക് പേജിലെ വീഡിയോ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.